ഇറാൻ ഇസ്രയേൽ സംഘർഷം യുദ്ധസമാനമായി തുടരുകയാണ്. ഈ അവസരത്തിൽ ഒരു നിർണായക നീക്കവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക. മധ്യപൂർവ്വ ദേശത്തേക്ക് US കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാൻ നീക്കം തുടങ്ങിയതായി വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. F-16, F-25, F-35 യുദ്ധവിമാനങ്ങളാണ് US വിന്യസിക്കുന്നതെന്നാണ് സൂചന. വിമാനവാഹിനി കപ്പലുകളും ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും മേഖലയിൽ വിന്യസിക്കുമെന്നും സൂചനയുണ്ട്. ഏരിയൽ ഇന്ധന ടാങ്കുകൾ സംഘർഷ മേഖലയിലേക്ക് തിരിച്ചു. ഇസ്രയേൽ വിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതിനാണിതെന്നാണ് സൂചന. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പെന്റഗൺ തയ്യാറായില്ല. മധ്യപൂർവ്വ ദേശത്തേക്കുള്ള US സൈനികരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നീക്കമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. US-ന്റെ 40,000 സൈനികരും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പോർ വിമാനങ്ങളും യുദ്ധക്കപ്പലും മധ്യപൂർവ്വ ദേശത്തുണ്ട്. അതേസമയം ഇസ്രയേൽ അമേരിക്കയോട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾക്ക് 20 അടി നീളവും 30,000 പൗണ്ട് ഭാരവും ഉണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 1 ലക്ഷത്തിനുള്ളിൽ 200 അടി ആഴത്തിൽ തുളച്ചു കയറി പിന്നീട് പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള ബോംബുകളാണിത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ആണവശേഷിയുടെ പ്രധാന ഭാഗം ഭൂഗർഭ കേന്ദ്രങ്ങളിലാണ്. അത് തകർക്കുന്നതിനാണ് അമേരിക്കയോട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ അമേരിക്ക ഇതിനോട് പ്രതികരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. കൂടാതെ സംഘർഷ മേഖലയിലേക്ക് അമേരിക്കയുടെ 30 ഏരിയൽ ഇന്ധന ടാങ്കുകൾ എത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം ടെൽ അവീവിൽ ഫത്ത മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. ദ ഓപ്പണർ എന്ന അർത്ഥം വരുന്ന ഫത്ത മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഹൈപ്പസോണിക് മിസൈലുകൾ എന്നാണ് റിപ്പോർട്ടുകൾ. വ്യത്യസ്ത ദിശകളിലും ഉയരങ്ങളിലും നീങ്ങുന്നതിനാൽ ഫത്തയെ മറ്റൊരു മിസൈലിനും നശിപ്പിക്കാൻ കഴിയില്ലെന്നാണ് IRGC എയ്റോസ്പേസ് മേധാവി അമീർ അലി ഹാജിസാദെ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഇസ്രയേലിന്റെ അവകാശവാദവും US തള്ളിയിരുന്നു. ഇറാന് ആണവായുധമുണ്ടാക്കാൻ കുറഞ്ഞത് 3 വർഷമെങ്കിലും വേണ്ടിവരുമെന്നും ഇപ്പോഴത്തെ ഈ ഭീതി അനാവശ്യമാണെന്നും US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു. ഇറാൻ ആണവായുധം സജീവമായി ലക്ഷ്യമിടുന്നില്ലെന്ന് മാത്രമല്ല, ആണവായുധ നിർമ്മാണം പൂർത്തിയാക്കാൻ അവർ 3 വർഷം വരെ എടുക്കുമെന്നും ഇന്റലിജൻസ് വൃത്തങ്ങളെ ആധാരമാക്കിയുള്ള റിപ്പോർട്ട് പറയുന്നു. അതേസമയം US-ന്റെ തുടർ നീക്കങ്ങൾ തീരുമാനിക്കാൻ വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേർന്നു. സംഘർഷത്തിനിടെ സുരക്ഷ കണക്കിലെടുത്ത് ജെറുസലേമിലെ US എംബസി താൽക്കാലികമായി അടച്ചു. സുരക്ഷാ സാഹചര്യവും ഇസ്രയേൽ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ മാർഗനിർദ്ദേശങ്ങളും കണക്കിലെടുത്ത് ജെറുസലേമിലെ US എംബസി വെള്ളിയാഴ്ച വരെ അടച്ചിടും. ഇതിൽ ജെറുസലേമിലെയും ടെൽ അവീവിലെയും കോൺസുലാർ വിഭാഗങ്ങളും ഉൾപ്പെടുന്നു എന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ US എംബസിയുടെ ടെൽ അവീവ് ബ്രാഞ്ചിന് സമീപം ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇസ്രയേലിന്റെ US അംബാസിഡർ പറഞ്ഞിരുന്നു. US ഉദ്യോഗസ്ഥർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല. ടെൽ അവീവിൽ US എംബസിയിൽ നിന്ന് 100 മീറ്റർ അകലെ ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ നിരവധി റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നിരുന്നു. ഹോട്ടലുകളുടെയും വീടുകളുടെയും ജനാലകൾ ഉൾപ്പെടെ തകർന്ന ആക്രമണത്തിൽ നിരവധി സ്ഥാപനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.